ഈ അറ്റം വരെ 14 മീറ്റർ ആണ് ഇതിന്റെ ഫുൾ ലെങ്ത്. ഇത്രയും ബ്ലേഡ്. ഇനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല അല്ലേ ജഡ്ജസ്? കാണിച്ചു തന്നിരിക്കുകയാണ്, ആദ്യം തന്നെ കാണിച്ചിരിക്കുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട. ദിസ് ദ ബെസ്റ്റ് ഇൻട്രോ ഐ ക്യാൻ ഗെറ്റ്. സജീഷ് ഏട്ടാ, എന്താ അത്? പ്രാക്ടീസ് അല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഉള്ളി പ്രാക്ടീസ് മാത്രം. പിന്നെ ഇവിടെ പറയുണ്ടായി മനോഹരൻ ചേട്ടനെ ഒരു 4 ഐറ്റം ഇവിടെ ചെയ്തിട്ട് മനോഹരൻ ചേട്ടൻ പറഞ്ഞു, അതായത് 4 ഐറ്റവും ചെയ്യുന്ന ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ പുള്ളി ഈ 4 ഐറ്റം ചെയ്തതും ഒരു വേൾഡ് ലെവലിലെ ഒരു പെർഫോമൻസ് അല്ല. കാര്യം പുള്ളിക്കാരൻ്റെ പേരിൽ ഒരു റെക്കോർഡ്സ് ഒന്നുമില്ല. അപ്പം എൻ്റെ പേരിൽ 4 റെക്കോർഡ്സ് കിടപ്പുണ്ട്. പക്ഷേ പുള്ളി ചെയ്യുന്ന 4 ഐറ്റവും ഞാൻ ചെയ്യത്തില്ല. അതുകൊണ്ട് എനിക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന പെർഫോമൻസ് എൻ്റെ പേരിൽ ഇപ്പം ചെയ്യുന്ന 2 ഐറ്റം എന്ന് പറഞ്ഞാൽ 2 UK ആസ്ഥാനമായിട്ടുള്ള എലൈറ്റ് വേൾഡ് റെക്കോർഡും, അത് 2 വേൾഡ് റെക്കോർഡ്. പിന്നെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്, ഹോങ്കോങ് ആസ്ഥാനമായിട്ടുള്ള വേൾഡ് റെക്കോർഡ് അസോസിയേഷൻ. പിന്നെ ഗിന്നസിലോട്ട് ഗിന്നസിൽ ഈ ഐറ്റം അവർ ഉൾക്കൊള്ളിക്കുന്നില്ല, അല്ലെങ്കിൽ അന്നേ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിപ്പോനെ. ഇപ്പം വേറെ ഐറ്റത്തിൽ ഞാൻ ചെയ്ത് അത് അയച്ചിട്ടുണ്ട്. ഈ മാസം 16-ാം തീയതി എൻ്റെ ഡീറ്റെയിൽ അറിയാൻ പറ്റും. പിന്നെ വേറൊരു റെക്കോർഡ് ഉഗ്രോജ്വലത്തിന്റെ സ്റ്റേജിൽ നമ്മളെ സ്റ്റേജിനെ കവർ ചെയ്തിരിക്കുകയാണ് ബ്ലേഡ് കൊണ്ട്. ഇന്നിപ്പോ എന്താ ചെയ്യാൻ പോണേ ചേട്ടാ? അതായത് ഇപ്പം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മൂക്കിലൂടെ ഒരു 10 കത്തി കുത്തി ഇറക്കുന്നത്. അത് വേൾഡ് റെക്കോർഡ് പെർഫോമൻസാ. പക്ഷെ അത് ബെസ്റ്റ് പെർഫോമൻസ് ഞാൻ ചെയ്യുന്നില്ല. കാര്യം അന്ന് റെക്കോർഡിന് വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ കത്തികളൊക്കെ ആയിരുന്നു. ഇപ്പം സ്വല്പം കുറച്ച്. പിന്നെ മൂക്കിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രില്ലിംഗ് മെഷീൻ കുത്തി കയറ്റുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യുന്ന 2 ഹെൽത്തി ഡ്രില്ലിംഗ് മെഷീനൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറച്ച്. കാര്യം അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരെണ്ണം മാത്രമാക്കി ചുരുക്കി. പിന്നീട് 2 കൈയും വെച്ച് വ്യത്യസ്തമായ ഭാഷ എഴുതുന്ന ഒരു ഐറ്റം ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രാഞ്ചിയുടെ സിനിമയിൽ ഒരു റൊട്ടേറ്റിംഗ് ഉണ്ടല്ലേ, കാലുകൊണ്ട് ഇരുന്നുകൊണ്ട് വലത്തോട്ട് കറക്കുന്നത്. അത് അല്ല, അതിൻ്റെ ഒരു 8 ഐറ്റം ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. 2 കാലും 2 സൈഡിലോട്ട് കറക്കിക്കൊണ്ട് അതിന് ഓപ്പോസിറ്റ് കൈ കറക്കുന്നത്, ഹാഫ് റിങ്, അങ്ങനെ 8 ഐറ്റം ഒരു 8 സോറി ഒരു 5 ഐറ്റം ചെയ്യുന്നുണ്ട്. ചേട്ടാ ഒരു മിനിറ്റ്, ഒന്ന് തൊട്ടോട്ടെ ഞാൻ ഈ കാല്. വേൾഡ് റെക്കോർഡ് കിട്ടിയോ ഇല്ലയോ ഒന്നും അറിയില്ല. പക്ഷെ ഇത് കേട്ടിട്ട് തന്നെ ഇങ്ങനെ ഒരു കോരിത്തിരിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇത്രമാത്രം എക്സൈറ്റഡ് ആയിരിക്കും എന്നറിയാം. ഞാൻ ഈ ബ്ലേഡും കൊണ്ട് അങ്ങോട്ട് പോട്ടെ. ചേട്ടാ ഓൾ ദി ബെസ്റ്റ്, തകർക്കുക. ജഡ്ജസ് കത്രികയും കത്തിയൊക്കെയാണ് മൂക്കിലൂടെ കയറ്റിയിരിക്കുന്നത്. അനന്യ, എങ്ങനെയുണ്ട് വ്യത്യസ്തമായ എക്സ്പീരിയൻസ്? എന്നോട് തന്നെ ആദ്യം ചോദിക്കണമല്ലേ. വളരെ വ്യത്യസ്തമായിരുന്നു ചേട്ടാ. കാരണം ഇതിന് കൂടുതൽ വ്യത്യസ്തത കൊണ്ടുവരുമായിരുന്നു. സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. അങ്ങനെയൊക്കെ മറ്റേ സിസേഴ്സൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് കാണിക്കണുമ്പോൾ നമ്മൾ തോക്കൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഉന്നം വെക്കില്ലേ, അതുപോലെ എന്നിട്ട് നേരെ മൂക്കിലേക്ക്. സഹിക്കാൻ പറ്റില്ല. വേദന എടുക്കില്ലേ? വേറെ ഉണ്ട്. അതായത് ഒരു 10 കത്തി കുത്തിയിറക്കുന്നത്. വേദന പ്രാക്ടീസ് ഉണ്ടല്ലോ. പിന്നെ അപകടങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പം യഥാർത്ഥത്തിൽ ഈ കത്തിയുടെ ഒക്കെ നീളം കുറച്ച്. കാര്യം അല്ലെങ്കിൽ നല്ല ഗുരുതരമായ മുറിവൊക്കെ പറ്റും. ചോര വരാറുണ്ടോ? ചോരയുണ്ടോ? ചോര ചിലപ്പം വരും. ആണല്ലേ? അതൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഒന്ന് അറിയാനായിരുന്നു. എനിക്ക് സമ്മതിച്ചു കേട്ടോ. ബാൽചേട്ടാ,
ചോരയൊക്കെ ഇങ്ങനെ ചിലപ്പം വന്നും പോയും കൊണ്ടിരിക്കും. സിമ്പിൾ. മാഡം അമ്പയത്തിന് പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ സ്റ്റേറ്റ് ലെവല് അത്ലറ്റാ. ഞാൻ ഒരിക്കൽ എവിടെ വെച്ച് കണ്ടായിരുന്നു, ഞാൻ ഏതോ പങ്കെടുത്തിട്ടില്ലേ? ഞാൻ അമ്പയത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഞാനും മാഡത്തിനെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ അന്ന് മൂക്കിൽ കയറ്റാനത് ഭാഗ്യം. സിനിമയൊന്നും കാണാറില്ലേ? കാണാറുണ്ട്. കണ്ടിട്ടില്ലേ? സിനിമയിൽ കണ്ടിട്ടില്ലേ? സിനിമയെ കണ്ടിട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞ, ഞാൻ സിനിമയല്ല, സിനിമയില് കണ്ടിട്ടുണ്ട് വ്യത്യസ്തമായിട്ട്. അല്ല, ഞാൻ പെട്ടെന്ന് ഞാൻ അമ്പയത്ത് അറിയില്ലേന്നൊക്കെ ചോദിച്ചാൽ ഇനി അമ്പ് കയറ്റാനാണോ എന്ന് വിചാരിച്ചു. ഞാൻ സത്യം പറഞ്ഞ മാഡം ഒരു അമ്പ് തരുമോ? ഒരു 50 തരാമോ? തരാം. അയ്യോ വേണ്ട ചേട്ടാ, വേണ്ട, ഞങ്ങൾ ജീവിച്ചു പോക്കോട്ടെ. അതെ. ഈ ഫസ്റ്റ് ബ്ലേഡ് വെച്ച് ചെയ്തല്ലേ, ആ പാവപ്പെട്ട പെണ്ണ് എന്താ ചെയ്തേ? അവൾ എന്ത് പാവമാ ചെയ്തേ? നിങ്ങളെല്ലാരും ഇവിടെയാ നോക്കുന്നേ. അവരുടെ കൈ ഇങ്ങനെ കട്ട 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 കട്ട. ഇത് ബ്ലേഡ് കുറവാ. അയ്യോ, നമ്മൾ സ്റ്റേജ് ചെറുതായി പോയതായിരിക്കും. ഇനി എന്തൊക്കെയാ ഉള്ളേ കാണാൻ പറ്റുന്നില്ല കേട്ടോ. സത്യത്തിൽ പറയുകയാണെങ്കിൽ എത്ര റെക്കോർഡ്സ് ഇവിടെ അല്ലേ, ഒരുപാട് റെക്കോർഡ്സ്. അല്ല, ഇനി റെക്കോർഡ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാണ്ട് ഹോങ്കോങ്ങിലെ ഹോങ്കോങ്ങിലുള്ള വേൾഡ് റെക്കോർഡ് അസോസിയേഷന്റെ. ഇനി കാണാൻ പോകുന്ന പൂരത്തിനെ കുറിച്ച് അധികം ഫാസ്റ്റസ്റ്റ് പിൽഗ്രിമേജ് റൺ അല്ലേ? ഈ പത്രത്തിന്റെ ഒരു 50 കട്ടിങ്ങിന്റെ ഇരിപ്പുണ്ട്, പത്ര റിപ്പോർട്ടിന്റെ ഫയൽ ഇരിപ്പുണ്ട് ഇവിടെ. അതെ, നമുക്ക് സമയപരിമിതി എന്ത് പറയുന്നതിന് അറിയില്ല കേട്ടോ. പറയാമെന്ന എല്ലാം എനിക്ക് മറന്നുപോയി. അപ്പൊ പെർഫോമൻസ് കാണാം.